ഒരുവിധം കച്ചവടം ഉറപ്പിച്ചു. പക്ഷേ ഒരു സംശയം, ഈ കൂട്ടിലൂടെ എന്ത് കിട്ടും രണ്ടാൾക്കും? എങ്ങനെ വീതിക്കും കിട്ടിയതൊക്കെ? കെ.എം. മാണി ചെയർമാനായിരിക്കും പുതിയ പാർട്ടിയുടെ. ചെയർമാനും പാർലമെന്ററി പാർട്ടി ലീഡറും കെ.എം. മാണി ആയിരിക്കും. അതുപോലെ തന്നെ ശ്രീ പി.ജെ. ജോസഫ് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനും പാർലമെന്ററി പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡറുമായിരിക്കും പി.ജെ. ജോസഫ്. അതുപോലെ തന്നെ ശ്രീ സി.എം. തോമസ് പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കും സി.എം. തോമസ്. കോർഡിനേറ്റേഴ്സ് ഇതിനകത്ത് നമ്മുടെ സീനിയർ ലീഡേഴ്സിനെ ഉൾപ്പെടുത്തി കോർഡിനേറ്റേഴ്സിൻ്റെ കോർഡിനേറ്റേഴ്സ് എന്ന് പറയുന്നത് ഈപ്പൻ വർഗീസ്, ഡോക്ടർ കെ.സി. ജോസഫ്, ശ്രീ ടി.യു. കുരുള. അല്ല മാണി സാറേ, എന്താണ് ഈ കോർഡിനേറ്റർ എന്ന് പറയുന്ന സാധനം? ഇതുവരെ ഒരു പാർട്ടിയിലും കെട്ടുകേൾവിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അതൊക്കെ സൗകര്യത്തിന് വേണ്ടി ഓരോ പേര് കൊടുക്കുന്നു എന്നല്ലാതെ ഇതുപോലെ കാര്യമല്ലുണ്ട്. അത് സമ്മതിച്ചു. ആരൊക്കെ എന്തൊക്കെയായാലും കാര്യം കാരണവർ തന്നെ തീരുമാനിക്കുമെന്നർത്ഥം. അല്ല സാറേ, ഇതിലാരാ കാരണവർ? ക്രിസ്തുവിന്റെ അടുത്ത് ശിഷ്യന്മാർ തർക്കിച്ചു, ആരാണ് മുൻപൻ എന്ന് തർക്കിച്ചപ്പോൾ ക്രിസ്തുനാഥൻ പറഞ്ഞത്, യേശു പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും ചെറിയവനായിരിക്കും ഏറ്റവും വലിയവൻ എന്നാണ്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഒന്നാമനാര് രണ്ടാമനാര് എന്ന തർക്കമില്ല. ഏറ്റവും ചെറിയവനായിരിക്കും ഞങ്ങളുടെ ഒന്നാമൻ. ഈ പറഞ്ഞതിനർത്ഥം വളരെ ലളിതം. അടങ്ങി ഒതുങ്ങിയൊക്കെ നിന്നാൽ എല്ലാവർക്കും കൊള്ളാം. മഹത് വചനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ പോകുന്നൊരു പോക്കെ. ആട്ടെ, ഇനി എങ്ങനെയൊക്കെയാ ലയനാഘോഷങ്ങൾ? കല്യാണം കെങ്കേമമാക്കണ്ടേ? ചിലപ്പോൾ അതിന് മുമ്പായിരിക്കും. അത് ഞങ്ങൾ അത് കൊട്ടത്ത് വെച്ചാൽ അതിപ്പോൾ സമ്മേളനം തിരുനക്കരയായി. സമയം 5 മണിന്നാക്കാം. 4 മണി 3 മണി സമയം 3 മണിയാണ്. പ്രകടനമില്ല. ഞങ്ങൾക്ക് ആരെയും ഇത് കാണിക്കണമെന്നില്ല. ശക്തി പ്രകടനം ഒന്നും കാണിക്കണമെന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ ലളിതമായും വളരെ ഹമ്പിളായിട്ടും ഞങ്ങൾ നടത്താനായിട്ട് അതായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ തിരുനക്കരയിൽ വെച്ചായിരിക്കും സമ്മേളനം. ഞങ്ങൾ 3 മണിക്കായിരിക്കും സമ്മേളനം. 3 മണിക്ക് പ്രകടനം ഇല്ല. സമ്മേളനത്തിന് ആളുകൾ വരുന്നവർ സ്പോണ്ടേനിയസ് ആയിട്ട് സമ്മേളനത്തിലേക്ക് വരിക. ആരെയും കാണിക്കാനല്ലെങ്കിലും തറവാട്ടുകാർ ഇതൊക്കെ കാണണം എന്നാണല്ലോ പ്രതീക്ഷ, പ്രത്യേകിച്ച് വീട്ടുകാരെ വെല്ലുവിളിച്ചുള്ള കൂട്ടാവുമ്പോൾ. I have not announced any policy decision. That was not a policy decision. ഞാൻ പറഞ്ഞത് എന്താ, ഇപ്പം ഈ കമൻറ്റ് ചെയ്യുന്നില്ല, ആവശ്യമൊന്നുമില്ല, ചുമ്മാ ഒന്ന് പറഞ്ഞത്. ഇനി വീണ്ടും തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സീറ്റെല്ലാം ഇനിയും തരുന്നില്ലെന്നൊക്കെ വിചാരിച്ചു. ഞങ്ങൾക്ക് ഒരു സീറ്റും ഇല്ലെങ്കിൽ പോലും സീറ്റില്ലാതെയും കേരള രാഷ്ട്രീയത്തിൽ നിൽക്കാൻ കഴിവുണ്ട്, അതിന് ഭയമില്ല എന്നുള്ള എൻ്റെ ഒരു നല്ലൊരു പ്രതികരണം. അത് നല്ലൊരു കോംപ്ലിമെൻ്റ് ആയിരിക്കും തരേണ്ടത്. ന്യായമായ സീറ്റ് കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. ഇല്ലയോ വേണ്ട, ഒന്നും വേണ്ട, ഇല്ലയോ നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാം. അത് അതിന്റെ അർത്ഥം ഒറ്റയ്ക്ക് നിൽക്കും എന്നുള്ള പ്രഖ്യാപനമല്ല. നമ്മള് കൂട്ടുകൂടാൻ കൊള്ളാത്തവരാണെങ്കിൽ വേണ്ടതേ. നിങ്ങൾ ആര് എത്ര കുത്തിയാലും ഞങ്ങളും കോൺഗ്രസുമായിട്ടുള്ള ബന്ധത്തിൽ ഒരിക്കലും ഉലച്ചിൽ വരികയില്ല എന്ന് ഞാൻ പറയും. അല്ല സാറേ, ആദ്യം ഒന്ന് പറയുക, പിന്നെ അത് നിഷേധിക്കുക, പിന്നെ അത് വീണ്ടും നിഷേധിക്കുക. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് ലളിതമായി പറയാമോ? ഇത് അപ്രോച്ചിലുള്ള വ്യത്യാസമാണ്. റോസാപ്പൂവ് കാണുമ്പോൾ ഈ മുള്ളിനിടയിൽ റോസാപ്പാവ് നിൽക്കുന്നു എന്ന് തോന്നും ഒരാൾക്ക് തോന്നും. മുള്ളിൻ്റെ ഇടയിൽ റോസാപ്പൂ വിരിഞ്ഞല്ലോ എന്ന് തോന്നും. വേറൊരാൾക്ക് തോന്നും ഇതിനിടയിൽ മുള്ളു നിൽക്കുന്നല്ലോ എന്ന് തോന്നും. ഇപ്പം മനസ്സിലായി, വളരെ ലളിതമായി മനസ്സിലായി. അധ്വാനവർഗ തൊഴിലാളി സിദ്ധാന്തം പോലെ മനസ്സിലായി. ഇനി ശരി, എങ്ങനെയാണ് മുന്നോട്ടുള്ള ചടങ്ങുകൾ? ഇനി ഞങ്ങളെല്ലാം ഒന്ന് അനുഗ്രഹിക്കുക. നല്ലൊരു പ്രധാനമല്ലേ കേട്ടോ, എല്ലാവരും കൂടി സന്തോഷിച്ച്. അപ്പോൾ പാതിരായ്ക്ക് വീട്ടിൽ വന്ന് കയറുമ്പോ ചെരുപ്പൂരി കാലമടക്കി ചുമ്മാ തൊഴിക്കാനും തുലാവർഷ രാത്രികളിൽ ഒരു പുതപ്പിനടിയിൽ സ്നേഹിക്കാനും എന്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും ഒടുവിൽ ഒരു നാൾ വടിയായി തെക്കേപ്പറമ്പിലെ പുളിയൻ മാവിന്റെ വിറകിനടിയിൽ എരിഞ്ഞു തീരുമ്പോ നെഞ്ച് തല്ലി കരയാനും
എനിക്കൊരു പെണ്ണിനെ വേണം. കമ്മലിട്ടു വന്നുവോ നിലപ്പൂക്കാലം, തങ്കത്തോടയിട്ടു തിങ്കൾ ഒട്ടു തൊട്ടു നിന്നുവോ മുളം കാടോരം. കൂട്ടത്തിലുള്ള കുട്ടികൾ ഇങ്ങനെ ശക്തി കൂട്ടുമ്പോൾ മറ്റു ചില കുട്ടികളും ശക്തി കൂട്ടാനുള്ള തീവ്ര ശ്രമത്തിലാണ്. കൊട്ടാരക്കരയിലെ ഈ കുട്ടി അരയും തലയും മുറുക്കി ശക്തി കൂട്ടാനിറങ്ങുകയാണ്. എന്നെ പോലും അത്ഭുതപ്പെടുത്തിയ രീതിയിലാണ് മലപ്പുറത്തെയും വയനാട്ടെയും കോഴിക്കോട്ടെയും കാസർകോട്ടെയും ഒക്കെ സമ്മേളനങ്ങൾ കണ്ടപ്പോൾ. ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവർക്കൊക്കെ മലയാളം മനസ്സിലാകുമെന്നാണ് എൻ്റെ വിശ്വാസം. വേറെ ഭാഷയൊന്നും പറഞ്ഞുകൂടല്ലോ. ഈയിടെ അടുത്ത കാലത്ത് TV-യിൽ ഒരു വാർത്ത കണ്ടു. അതായത് ബംഗാളികൾക്ക് ഞായറാഴ്ച പണിയില്ലാത്തതുകൊണ്ട് അവരെ കൊണ്ടുവന്ന് അവർക്ക് പൈസ കൊടുക്കുന്നതൊക്കെ ആദ്യം കാണിച്ചത്. അങ്ങനെ ആളിനെ കൂട്ടുന്ന രാഷ്ട്രീയം അവർക്ക് എന്താ അവിടെ പ്രസംഗിച്ചതെന്നോ ആരാ വന്നതെന്നോ അറിയില്ല. മുഖച്ഛായ കണ്ടിട്ട് അതിനകത്ത് ആസാമിൽ നിന്നുള്ളവരുണ്ടായിരുന്നു എന്ന് തോന്നി. കാരണം ആസാമിലുള്ള ആളുകൾ പ്രത്യേക മുഖച്ഛായയാണ്. ഞാൻ ആ TV-യിൽ കണ്ടതാണ്. അങ്ങനെ രാഷ്ട്രീയം നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. പിള്ള സാറ് പറയുന്നത് വളരെ ശരിയാണ്. അർത്ഥപൂർണമായ ഈ വാചകങ്ങൾ കേട്ട് ഞങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഇതിലിനി ഞങ്ങൾക്കൊന്നും പറയാനില്ല. പിള്ള സാറിന്റെ വാചകങ്ങൾ തന്നെ ഞങ്ങൾ കടമെടുക്കുന്നു. മുഖച്ഛായ കണ്ടിട്ട് അതിനകത്ത് ആസാമിൽ നിന്നുള്ളവരുണ്ടായിരുന്നു എന്ന് തോന്നി. കാരണം ആസാമിലുള്ള ആളുകൾ പ്രത്യേക മുഖച്ഛായയാണ്.